அறிஞ்சுக்கா நாங்கள் 3 பேரும் இன்னைக்கு கோவிலுக்கு போகிறேன். ரேணுவை கொண்டு போய் சாமியை கும்பிட போகிறேன். கோவிலில் சாமியை கும்பிட்டாச்சுன்னா രേണുകയുടെ അസുഖം എല്ലാം പോയിടും. ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ മീനാക്ഷി? ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വരാനാ. മീനാക്ഷി, ഇന്നിനി ക്ഷേത്രത്തിലൊന്നും പോവണ്ട. സ്നേഹമോളെ സ്കൂളിൽ നിന്ന് കാണാതായെന്ന്. രേണുക മാത്രമല്ല, തൽക്കാലം ആരും പുറത്തു പോകണ്ട. ഇല്ല ഇല്ല, പപ്പ അറിയാതെ എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. പറ, എന്റെ കുഞ്ഞിനെ എല്ലാരും കൂടെ എങ്ങോട്ടാ മാറ്റിയെന്ന് പറ. നീ എന്തൊക്കെയായി പറയുന്നത്? അവളെ മാറ്റിട്ട് ഞങ്ങൾക്ക് എന്താ കാര്യം? ഇല്ലേ, ഒരു കാര്യമില്ലേ? പപ്പയ്ക്ക് എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാമോ? എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് പപ്പ മാത്രമല്ലേ? അല്ലെന്ന് പറയാമോ? അതെ, ഞാൻ അതിന് ശ്രമിച്ചിട്ടുണ്ട്. പല ആവർത്തി നിന്നെ അതിന് നിർബന്ധിച്ചിട്ടുണ്ട്. എന്ന് കരുതി ഒരു കള്ളനെ പോലെ ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യം എനിക്കെന്താ? ഞാനിത് വിശ്വസിക്കില്ല. വത്സല ശിഷ്യനോട് കൂറ് കാണിക്കാൻ വേണ്ടി പപ്പ അത് ചെയ്യൂന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ എന്താ ക്ലാര ഈ പറയുന്നേ? പപ്പയ്ക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞില്ലേ? അറിയാം, പപ്പയ്ക്കെല്ലാം അറിയാം. നീ എന്നെ വിശ്വസിക്ക്. കർത്താവ് വിശ്വമാണ്, എനിക്കൊന്നും അറിയില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. എത്രയും പെട്ടെന്ന് മോളെ അവര് കണ്ടുപിടിച്ച് തരും. ഇല്ല, എനിക്ക് എന്റെ മോളെ എനിക്ക് കിട്ടില്ല. അയാൾ എന്റെ മോളെ എങ്ങോട്ടെങ്കിലും കടത്തിയിട്ടുണ്ടാവും. എന്തിനായിരുന്നു പപ്പ? എന്തിനായിരുന്നു എന്നോടിങ്ങനെ? കേട്ടില്ലേ മോളി? ഇത് ഞാൻ എന്നതാ പറയേണ്ടത്? എന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ ഇവള്? അച്ഛായ, അവള് പറയട്ടെ, എന്ത് വേണേലും പറഞ്ഞോട്ടെ. സത്യം എന്താണെന്ന് കർത്താവിന് മാത്രമല്ലേ അറിയൂ. കർത്താവിനല്ല, പപ്പയ്ക്ക്. പപ്പയ്ക്ക് എല്ലാം അറിയാവുന്നത്. പിന്നെ അവനും ഈ പപ്പയുടെ ധൈര്യത്തിലല്ലേ ആരൊക്കെ വിലക്കിട്ടും അവൻ എന്റെ മോളെ കാണാൻ സ്കൂളിൽ ചെന്നത്. മമ്മി അതിന് കൂട്ടു നിൽക്കായിരുന്നില്ലേ? എന്റെ ഈശോയെ, ഞാനോ? എടി പെണ്ണെ, സംഭവിച്ചെന്ന് അറിയാതെ നീ ഇവിടെ കിടന്ന് തുള്ളിച്ചാടാതെ കർത്താവിനോട് പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ നോക്ക്. പ്രാർത്ഥിക്കാനല്ല, എന്താ ചെയ്യാൻ പോകുന്നെന്ന് ഞാൻ കാണിച്ചു തരാം. കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഈ ക്ലാര എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? ഗിരിയേട്ടാ, ഗിരിയേട്ടാ, ഉറങ്ങിയോ? എന്താ ചാലു? അത് പിന്നെ ആ ഫിലിപ്പോസാ വിളിച്ചത്. അയാൾക്ക് എന്താ വേണ്ടത്? അത് ആ കുഞ്ഞിനെ കാണാനില്ലെന്ന്. ഏത് കുഞ്ഞിനെ? സ്നേഹമോളെ, ശ്യാമേട്ടന്റെ. സ്കൂളിൽ നിന്ന് ഇനിയും മടങ്ങി വന്നിട്ടില്ലാന്ന്. എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല അത്രേ. വേറെ എങ്ങോട്ട് പോവാൻ? നിന്റെ ഏട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇല്ല ഗിരിയേട്ടാ, ശ്യാമേട്ടൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അത് നിനക്കെങ്ങനെ അറിയാം? എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്യുന്ന ആളല്ല ശ്യാമേട്ടൻ. നിന്റെ ഒരു ശ്യാമേട്ടൻ, അയാളെ കുറിച്ച് പറയുമ്പോ 100 നാവാ. എനിക്കാണെങ്കിൽ ആ പേര് കേൾക്കുന്ന പോലെ അറപ്പാണെന്നറിയില്ലേ? എടുത്തു ചാടിയൊന്നും ചെയ്യുന്ന ആളല്ലാത്രേ. ചെയ്തു കൂട്ടിയതൊക്കെ മഹത്തായ കാര്യങ്ങളാണല്ലോ. പുണ്യാളനല്ലേ പുണ്യാളൻ. ഗിരിയേട്ടൻ എന്തിനാ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത്? എന്നാ പ്രാർത്ഥിക്കടി. എന്റെ ഈ നാവ് കുടങ്ങ് താന്നു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കേ. ഗിരിയേട്ട, എന്താ ഇത്? ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ലേ, നീ ഒന്നും പറഞ്ഞില്ലേ? താലി കെട്ടിയ ഒരു പാവം പെണ്ണായിട്ട് കണ്ണീര് കുടിപ്പിച്ചോണ്ട് അയാളെ കാട്ടിക്കൊടുത്ത തെമാടിത്തരങ്ങൾക്കെല്ലാം നീ ഒത്താശ പറയല്ലേ? ഗിരിയേട്ട, വേണ്ട. ഇല്ലെങ്കിൽ നീ ഇങ്ങനെ സഹതപിക്കേണ്ട കാര്യമില്ലല്ലോ. ആ കുഞ്ഞ് നിന്റെ ആരാടി? പോയെങ്കിൽ പോട്ടെ, എവിടെയെങ്കിലും പോയി തൊലേട്ടത്. എത്ര ജീവിതങ്ങളാ ആ വിഷവിത്ത് കാരണം തകർന്നത്. ഗിരിയേട്ട, നമുക്കൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഉണ്ട്.
പക്ഷെ അത് എന്റെയും നിന്റെയും മാത്രം കുഞ്ഞാ. മറ്റാരും അവകാശം പറഞ്ഞു വരാത്ത കുഞ്ഞ്, ആരുടെയും ജീവിതത്തിൽ വിലങ്ങുതടിയാവാത്ത കുഞ്ഞ്. എന്നാലും എന്റെ ഗംഗമോളെ, അവൻ ഇത്രക്ക് ഭയങ്കരനാണെന്ന് ഞാൻ കരുതിയില്ല. ആര്? ആരാ? നിന്റെ കെട്ടിയോൻ. അല്ല, അറിഞ്ഞില്ലേ പുതിയ വിശേഷങ്ങള്? നീ ഇങ്ങനെ മാളത്ത് കയറിയിരുന്നോ? ഒന്നും അറിയണ്ട. എന്താ കഞ്ചനമ്മേ? പിടിച്ചതിനേക്കാളും വലുതാ മാളത്തിലിരിക്കുന്നെന്ന് പറഞ്ഞ പോലെ കാര്യം. ഓ, എന്നാലും ഒരു മനുഷ്യൻ ഇത്രയും രഹസ്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ ഒരു രഹസ്യവും മനസ്സിലിരിക്കത്തുമില്ല. പഠിച്ച കള്ളന്മാർക്കും കള്ളി കളിക്കുക അത് പറ്റൂ. കഞ്ചനാമ്മ ഇത് അല്ലേലും ഇങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മനുഷ്യനെ വെറുതെ ടെൻഷൻ അടുപ്പിച്ചിട്ടേ പറയൂ. അല്ല, അത്ര നിസ്സാരായിട്ട് പറയേണ്ട കാര്യമല്ലെങ്കിലും. ഓ, ഇത്ര നാളും കേട്ടതിനേക്കാളും അറിഞ്ഞതിനേക്കാളും ഒക്കെ വലുതായിട്ട് ഇനി എന്ത് കാര്യമുള്ളത്? അത് കേൾക്കുമ്പോൾ മനസ്സിലായിക്കോളും. ദേ, ശ്യാമിന്റെ കുഞ്ഞിനെയും തപ്പി എല്ലാരും നാട് മുഴുവൻ തേരാപ്പാര നടക്കുന്നില്ലേ? എന്നിട്ട് അതിന്റെ പൊടി പോലും കണ്ടുകിട്ടിയോ? കണ്ണു മുമ്പിൽ ഉണ്ടായിട്ടും ആരെങ്കിലും തിരിച്ചറിഞ്ഞോ? കൺമുന്നിലോ? അതെ, കണ്ണു മുമ്പ് തന്നെ. എന്നിട്ട് എവിടെ? ആരാ കുട്ടി? എവിടെയാ ഉള്ളത്? എവിടെയാ ഉള്ളേന്ന് ചോദിച്ചാ അതിനുത്തരം നിന്റെ കെട്ടിയോന് മാത്രമേ അറിയൂ. പക്ഷേ ഇന്നലെ വരെ അതിവിടെ ഉണ്ടായിരുന്നു. കഞ്ചനാമ്മ എന്തൊക്കെയായി പറയുന്നത്? ഇന്നലെ വരെ ഉണ്ടായിട്ട് ഇപ്പൊ എവിടെ പോയെന്നാ? ഇന്നലെ വരെ ശ്യാമിന്റെ കുട്ടിയാണെന്ന് അറിയാതിരുന്നത് കൊണ്ട് അതിവിടെ ഉണ്ടായിരുന്നു. ഇന്നത് പരസ്യമായപ്പോൾ കുട്ടി അപ്രത്യക്ഷമായി, അല്ലെങ്കിൽ അപ്രത്യക്ഷമാക്കി. ആരായിരുന്നു ആ കുട്ടി? സ്നേഹ. സ്നേഹയോ? അതെ, തരകം വക്കീലിന്റെ മകൾ ക്ലാര വളർത്തിയിരുന്ന ആ കുട്ടി. സ്നേഹമോൾക്ക് കുഞ്ഞാവെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നില്ലല്ലോ. സ്നേഹമോള് പിണക്ക. കുഞ്ഞാവ് എവിടെ ആന്റി? ആന്റി എന്തോന്നും മിണ്ടാത്തെ? എന്താ കുഞ്ഞാവെ പിള്ളേരെ പിടുത്തക്കാരെ പിടിച്ചോണ്ടോയോ? അയ്യേ, ആന്റി എന്തിനാ കരയുന്നേ? വലിയ ആൾക്കാര് കരയാൻ പാടുണ്ടോ? ഇത് മോളെടുത്തോ? എന്തിനാ? ഇത് കുഞ്ഞാവിക്കൊടുക്കാൻ സ്നേഹമുള്ള തന്നതല്ലേ? കുഞ്ഞാവ പോയി മോളെ. ഈ ആന്റിയെ പോലെ ഒന്നും കാണാതെ കുഞ്ഞാവ പോയി. എവിടെ ആന്റി? കുഞ്ഞാവ എങ്ങോട്ടാ പോയേ? അങ്ങ് ദൂരെ ദൈവത്തിന്റെ അടുത്തേക്ക്. സത്യമാണോ കഞ്ചനാമ്മേ? ആ കുട്ടി അവളാണോ ശ്യാമേട്ടന്റെ? അതേന്നെ, ഇനി ഇതറിയാൻ ഈ ഭൂലോകത്ത് ആരുമില്ല. ആ തരകം വക്കീലിനും മോളിക്കുട്ടിക്കൊക്കെ ഇതറിയാമായിരുന്നിരിക്കണം. അങ്ങേരുടെ വാത്സല്യ ശിഷ്യനായിരുന്നല്ലോ ശ്യാം. എല്ലാരും ചേർന്നുള്ള ഒത്തുകളിയായിരുന്നു എന്നാ എനിക്കിപ്പോ തോന്നുന്നത്. മോളെ, എനിക്ക് വേറെയും സംശയങ്ങളുണ്ട്. കെട്ടിയോനെയും കളഞ്ഞു വന്ന് നിൽക്കുകയല്ലേ ആ ക്ലാര. നമ്മുടെ ശ്യാമുമായി വല്ല ഇടപാടും കാണാൻ വഴിയുണ്ട്. എന്താ, ഉണ്ടായിക്കൂടെ? അല്ല, നിന്റെ കെട്ടിയോൻ അത്ര നല്ലവനൊന്നും അല്ലല്ലോ. ശിഷ്യനോടുള്ള വാത്സല്യം കൊണ്ട് വക്കീലും അങ്ങ് കണ്ണടച്ചു കൊടുത്തു കാണും.
എനിക്കിതങ്ങോട്ട് ഇല്ല. സ്നേഹ, ആ കുട്ടി, അവള് മോളെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും ആദ്യം വിശ്വസിച്ചിട്ടില്ലല്ലോ. ഒടുവിൽ അനുഭവത്തിൽ തന്നെ ബോധ്യമായിട്ടുണ്ടല്ലോ. കെട്ടിയോൻ വരുമ്പോ എന്റെ മോള് തന്നെ നേരിട്ട് അങ്ങ് ചോദിച്ചു നോക്ക്. അല്ലെങ്കിൽ പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്ക്, നാട്ടുകാർ പറഞ്ഞു തരൂ. അയ്യോ, എന്തൊക്കെ വൃത്തികെട്ട കഥകളാണോ നടക്കുന്നത്. എന്റെ ദൈവമേ, ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. ഇത്ര വൃത്തികെട്ട ഒരുത്തനെയാണല്ലോ അപ്പുവേട്ടൻ മോക്ക് വേണ്ടി കണ്ടുപിടിച്ചത്. മോക്ക് വേണ്ടി മാത്രല്ലല്ലോ മോനും. ഏതായാലും ബെസ്റ്റ് ഫാമിലി തന്നെ. ഓ, നിനക്കെന്താ ഭ്രാന്താണോ? ഞങ്ങൾ പറയുന്ന കേക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ കുഞ്ഞെവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയണം. ഞാൻ പോയി കൊണ്ടുവരും അവളെ. എവിടെയാണെന്ന് വിചാരിച്ചാ നീ ഇങ്ങനെ? ഇത് കണ്ടോ അച്ചായ? എന്നെ വിടാനാ പറഞ്ഞത്. നീ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ, ആരും നിന്നെ തടയാൻ വരുന്നില്ല. അത് ഈ പാതിരാത്രിക്ക് തന്നെ വേണോ? നേരെ ഒന്ന് വിളിത്തോട്ടെ. ഓഹോ, അപ്പോഴേക്കും എന്റെ കുഞ്ഞ് എന്റെ അടുത്ത് എത്തുമല്ലോ അല്ലേ? എന്റെ കുഞ്ഞിനെ കൊണ്ട് അവര് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാവുമല്ലോ അല്ലേ? അമ്മയ്ക്ക് സമാധാനമാവുമല്ലോ അല്ലേ? എന്തായി കാണിക്കുന്നേ? ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒക്കെ ഒരു പരിധി ഉണ്ട് മോളി. കുഴിച്ചു മൂട്. ഇതിനായിരുന്നല്ലോ എന്റെ മോളെ ഓരോന്ന് പറഞ്ഞ് മയക്കി ഇതിനകത്തോട്ട് വീണ്ടും വിളിച്ചോണ്ട് വന്നത്. ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ ദൈവം. അച്ചായ, അച്ചായനത് വെറുതെ ഇരിക്കുന്നുണ്ടോ? എനിക്ക് വയ്യല്ലോ എന്റെ ദൈവമേ. മോളെ, എടി ക്ലാരെ. നീയോ? നീ വന്നോ? എവിടെ എന്റെ കുഞ്ഞ്? എന്റെ കുഞ്ഞ് എവിടെയെന്നാ ചോദിച്ചത്? മോളെ, പറയടാ, എന്റെ കുഞ്ഞ് എവിടെയെന്ന് പറ. ക്ലാരെ, നിന്നോടാ പറഞ്ഞ മാറി നിൽക്കാൻ. ഇങ്ങോട്ട് വരാൻ. ഇനി പറ, എനിക്കും അറിയേണ്ട അത് തന്നെയാണ്. എന്റെ കുഞ്ഞെവിടെ? എന്നെ വിട്ടിയാക്കി നോക്കരുത്. നിനക്കൊന്നും അറിയില്ലെന്ന് ഭാവിക്കുകയാണല്ലേ? വേണ്ട, എന്നോടൊന്ന് വേണ്ട.